ജിജിക്കാരുടെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ചെറിയ പിക്ക് ചെയ്യാതെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പാസേജ് റെഫറൻസ് ആയി തരാൻ പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവത്തെ പറ്റി 21-ാം നൂറ്റാണ്ടിൽ ക്ലബ് ഹൗസിലെ ഡ്രാമ അല്ലാതെ ഏതെങ്കിലും അപ്പോസ്റ്റൽമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതായിട്ട് എന്തെങ്കിലും ചരിത്ര തെളിവുകളും കൂടെ തരാൻ സാധിക്കുമോ ഇതോടൊപ്പം? ദൈവത്തിന് പേര് എന്താണ് എന്നാ ചോദിക്കുന്നത്. അതിന് ചോദ്യം ദൈവത്തിന് പേര് എന്തിനാണ്? ഒരു സാധനത്തിനോ ഒരു വ്യക്തിക്കോ പേര് ആവശ്യമാകുന്ന അതേ ഇനത്തിൽപ്പെട്ട കൂടുതൽ എണ്ണം വരുമ്പോഴാണ് അതിന് പേര് ആവശ്യമായി വരുന്നത്. തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവം പരമാധികാരിയായ ഏകദൈവം, ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. അത് ജനറിക് ഗോഡാണ്, എല്ലാവർക്കും സ്വീകാര്യനായ. അതുകൊണ്ട് ഒരു പേരിട്ട് കഴിയുമ്പോൾ അതൊരു വിഭാഗത്തിന്റെ ദൈവമാകും, ഒരു ഗോത്രത്തിന്റെ ദൈവമാകും. മറ്റു ഗോത്രക്കാർക്ക് ആ ദൈവം അസ്വീകാര്യനാകും. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും സ്വീകരിക്കാൻ വേണ്ടിയാണ് നെയിംലെസ് ഗോഡ് എന്ന കൺസെപ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് സ്വീകരിച്ചിരിക്കുന്നത്. പേരില്ലാത്ത ദൈവമാണ്. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദ നെയിംലെസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന് പേരില്ല, ഒരു റിലേഷൻഷിപ്പാണ്. പിതാവെന്നാണ് യേശുക്രിസ്തു ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു നാമം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാൻ പറ്റും. അത് യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിച്ചാൽ ഏതൊരു മനുഷ്യനും സ്വീകാര്യമാകുന്ന ദൈവശാസ്ത്രവുമാണ്. അതുകൊണ്ട് സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായ സ്നേഹധനനായ പിതാവ്, പിന്നെ ആ പിതാവിന്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റിയാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ആ ആട്രിബ്യൂട്ട്സ് ആണ് യേശുക്രിസ്തു അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീൻ എന്ന് പറഞ്ഞ് അവന് മുഖപക്ഷമില്ലെന്നും അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണെന്നും കരുതുന്നവനാണെന്നും ഒക്കെ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിയിരുന്ന പ്രിയ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി ലോകത്തിന്റെ ചിന്താഗതികളെ മാറ്റിയ ആ വിപ്ലവകരമായ സൂക്തം രേഖപ്പെടുത്തി. ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ്, ദ വെരി എസൻസ് ഓഫ് ഗോഡ്. അത് ഓരോ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുക്കുവാനല്ല, ദൈവത്തിന്റെ വെരി എസൻസ് ലവ് ആണ്, സ്നേഹമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗോഡ് ഈസ് ലവ് എന്നുള്ളൊരു ബാനറാണ്. അവൻ എന്റെ തലയ്ക്ക് മീതെ പിടിക്കുന്ന കൊടി സ്നേഹത്തിൻ്റെതാണ്. ആ സ്നേഹക്കൊടിയാണ്. ആ സ്നേഹം എന്ന ആ യാഡ് സ്റ്റിക്ക് വെച്ചിട്ട് വേണം നമ്മൾ വാക്യങ്ങളെ, മനോഭാവങ്ങളെ. ദൈവം സ്നേഹമാകുന്നു എന്നുള്ള യാഡ് സ്റ്റിക്ക് കയ്യിലുള്ള ഒരു വ്യക്തി ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ ഒരു തൂക്കുകെട്ട പിടിക്കുന്ന ആമോസിന്റെ പ്രവൃത്തി കാണുന്ന പോലെ ഈ തൂക്കുകെട്ട കൊണ്ട് നമ്മൾ പിടിച്ചാൽ തള്ളേണ്ടത് ഏതാണ്, കൊള്ളേണ്ടത് ഏതാണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റി ദീർഘമായി പ്രസംഗിക്കുന്നതിനേക്കാൾ ആ സ്നേഹമാണ്. പിന്നെ ആ സ്നേഹം എന്താണെന്ന് 1 കൊരിന്ത്യർ 13 സ്നേഹം ദേഷിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ലവ് നെവർ കീപ്സ് എനി അക്കൗണ്ട് ഓഫ് റോങ്സ്. ആ സ്നേഹം ഒരിക്കലും ദോഷം കണക്കിടുന്നില്ല. അപ്പൊ ദോഷം കണക്കിട്ട് വെക്കുന്ന ഒന്ന് സ്നേഹമല്ല. വളരെ വ്യക്തമായിട്ട് ദൈവം സ്നേഹമാകുന്നെന്ന് യോഹന്നാൻ അപ്പോസ്തലനും ആ സ്നേഹം എന്താണ്, എങ്ങനെയാണെന്ന് പൗലോസ് അപ്പോസ്തലനും വ്യക്തമായി പറഞ്ഞിട്ടുള്ളപ്പോൾ അതിലപ്പുറത്തുള്ള ഒരു വിശദീകരണം ഞങ്ങൾ തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. താങ്ക് യു.